നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോയാലോ. അവിടെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരം നടത്തി. കോന്നി കരിയാട്ടം ടൂറിസം എക്സ്പോയുടെ ഭാഗമായിട്ടായിരുന്നു പ്രദർശന ജലയാത്രയും കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരവും നടത്തിയത്. വിനോദസഞ്ചാരികൾക്കും മത്സരം ഒരു വലിയ വിരുന്നായി. അടവിയിൽ കല്ലാറിൽ വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുക്കുടകൾ, പ്രച്ഛന്ന വേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് കുട്ടവഞ്ചികൾ പ്രദർശന ജലയാത്രയിൽ പങ്കെടുത്തത്. 22 കുട്ടവഞ്ചികൾ പ്രദർശന ജലയാത്രയിൽ അണിനിരുന്നപ്പോൾ കാണികൾക്കും ആവേശമായി. ഭാവിയിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരങ്ങൾ സഹായിക്കുമെന്ന് കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കി. ധാരാളം ആളുകൾ ഇതിനെപ്പറ്റി അറിയുന്നുണ്ട്, അറിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഒത്തിരി ആളുകളിലേക്ക് എത്തിയും അതിലൂടെ നമ്മുടെ ഒരു ടൂറിസം ഈ ഒരു പത്തനംതിട്ട അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ അടവി, ഗവി അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കോന്നി മേഖലയ്ക്കും ബാക്കിയുള്ള മേഖലയ്ക്കും എത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മത്സരത്തിൽ 8 കുട്ടവഞ്ചികളിലായി 16 തുഴക്കാർ പങ്കെടുത്തു. കൂടുതൽ വിനോദസഞ്ചാരികളെ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കോന്നി MLA KU ജനീഷ് കുമാർ പറഞ്ഞു. ധാരാളം ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ് കോന്നി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആനക്കൂട്, അതോടൊപ്പം തന്നെ അടവി. ഈ ടൂറിസം അതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുന്നതിനാണ് ഈ ഓണക്കാലത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫൈനൽ മത്സരത്തിൽ ജോസഫ് AS, രാധാകൃഷ്ണൻ നായർ എന്നിവർ തുഴഞ്ഞ കുട്ടവഞ്ചിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.